നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 369512 എങ്ങനെ സാധിക്കുന്നു ഇത്ര കൃത്യമായി ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ? ഇപ്പോ ഈ വരാൻ പോകുന്ന SSLC ക്രിസ്മസ് എക്സാം എത്ര വ്യൂസ് ഉണ്ടാവുകയില്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട്, ഞാൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. കേരള ചരിത്രത്തിൽ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ വ്യൂ കൗണ്ട് വന്ന ലൈവ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരേ ഒരു ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോർച്ച ക്വസ്റ്റ്യൻ പേപ്പർ ചറപറ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത 10ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള വാർത്തകളാണ്. ഇത് കോഴിക്കോട് കൊടുവള്ളിയിലുള്ള MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു 1 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൽ കൂടെ എക്സാമിന്റെ തലേന്ന് ഇവരൊരു പ്രെഡിക്ഷൻ ക്ലാസ് പോലെ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യൻസ് ചോർത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം ഗൈസ്. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ചോർന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കയ്യിരിക്കുന്നത്, മാത്സിന്റെ 10th കണ്ടോ. അതുപോലെ തന്നെ +1 മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും എൻ്റെ ഇരിപ്പുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തോട്ട് വരാം. അതിനു മുമ്പ് ഈ MS സൊല്യൂഷൻ എന്ന് പറയുന്ന ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോർത്തുന്നതെന്ന്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. ഓക്കെ, ഇതാണ് ഗൈസ് ആ ഒരു വീഡിയോ. SSLC മാത്സ് MS പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മെയിനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമിന് തൊട്ട് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും അത് എക്സാം കഴിഞ്ഞതിന് ശേഷം വന്ന ക്വസ്റ്റ്യൻസും അവർ കാണിക്കുന്നുണ്ട്. സോ ഇത് അവർ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, എന്താണെങ്കിലും നമ്മുടെ സർക്കാരിന് നല്ല തലവേദനയായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ട്. അതുപോലെ തന്നെ ക്രൈം ബ്രാഞ്ചും ഇത് എങ്ങനെ ചോർന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എങ്ങനെ ചോർന്നു അറിയാൻ വേണ്ടി നിങ്ങൾ നാട്ടിലൊന്നും തപ്പേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ പോയി തപ്പിയാൽ മതി. അന്നേരം എങ്ങനെ ചോർന്നു എന്ന് നമുക്ക് മനസ്സിലാവും. 10th എക്സാംസ് ക്വസ്റ്റ്യനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, അത് ഓൾറെഡി വാർത്തകളിലൊക്കെ കുറെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ +1 ഈ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇവരുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നു പല ക്വസ്റ്റ്യൻസും. ഇതിനെപ്പറ്റി എങ്ങും ചർച്ച ചെയ്യുന്ന കണ്ടിട്ടില്ല. അതൊരു അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിന്റെ മാത്രമല്ല അന്വേഷിക്കേണ്ടത്, +1 ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് അന്വേഷിക്കണം. ഓക്കെ, ഇത് +1 ക്രിസ്മസ് എക്സാംസ് ആണ്. അന്നേരം നമുക്ക് ഈ ചോർന്നു എന്ന് പറയുന്നതല്ലാതെ എങ്ങനെയാണ് ചോർന്നത് അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അന്നേരം നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവരുടെ എക്സാമിന്റെ തൊട്ട് തലേ ദിവസമുള്ള ഇവരുടെ പ്രഡിക്ഷൻ വീഡിയോ നമുക്ക് കാണാം ഗൈസ്. മാത്സിന്റെ പ്രഡിക്ഷൻ വീഡിയോ ആണ് കേട്ടോ, +1 ആണ്. 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. നാളത്തെ ചോദ്യ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കാണാം. നാളത്തെ ചോദ്യ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് സാർ ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ഡിറൈവ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം ഈ ചോദ്യം വന്നിട്ടുണ്ടോ ഇല്ലയോ. സോ ക്വസ്റ്റ്യനുകൾ ഉണ്ടല്ലോ, √3 + √2 ⁴ പ്ലസ് √3 - √2 എന്നുള്ള സംഭവമാണ്. അവർ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, എന്നാ പ്രഡിക്ഷൻ ആണോ. സോ നമ്മൾ ഇതൊക്കെ സ്വാഭാവികം, പണ്ട് മുട്ടേ ഇങ്ങനെയൊക്കെ പരിപാടികൾ വരുന്നില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. യെസ്, ഹൗ മെനി ടേംസ് ഓഫ് ദ GP? 3, 3/2, 3/4, 3/8 ഇങ്ങനെ ഒരു GP തന്നിട്ടുണ്ട്. ആ GPന്റെ എത്ര ടേംസ് കൂട്ടിക്കഴിഞ്ഞാൽ 3069/512 എന്നുള്ള സമ്മ കിട്ടുന്നുള്ള ഒരു ചോദ്യം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. സാറ് പറഞ്ഞ അതിന്റെ അപ്പീരില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട ഗൈസ്, ഇതിന്റെ GP കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതും അതിന്റെ സമ്മ കൊടുത്തേക്കുന്നത് 3069/512 ഒക്കെയുള്ള സമ്മൊക്കെ വരാൻ എത്ര പ്രോബബിലിറ്റി ഉണ്ടെന്ന് പോലും നമുക്ക് ചെക്ക് ചെയ്താൽ പോലും കോടിക്കണക്കിന് പ്രോബിലിറ്റി കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ പ്രോബിലിറ്റി ഒന്നുമില്ല. പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചിരിക്കും. കാണിച്ചു തരാം. നാണ്ടേ കണ്ടോ, കിടക്കുന്നുണ്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 369512 എങ്ങനെ സാധിക്കുന്നു ഇത്ര കൃത്യമായി ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ? അതും കഴിഞ്ഞില്ല ഗൈസ്. അടുത്തത് ഇതാണ് കോമഡി. Then prove that sin 2x plus 2 sin 4x plus sin 6x is equal to 4 cos square x into sin raised to 4x എന്നുള്ള ചോദ്യം ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾക്ക് നാളെ കാണാം. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. 4 cos square into sin raised to 4x. ഓക്കെ, sin raised to 4x എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. 4 cos square into sin raised to 4x എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി പുള്ളിക്കാരൻ നമുക്ക് പ്രൂവ് ചെയ്യുന്ന കാണാം. Then prove that sin 2x plus 2 sin 4x plus sin 6x is equal to 4 cos square x into sin raised to 4x എന്നുള്ള ചോദ്യം ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾക്ക് നാളെ കാണാം. മിനിമം ഒരു 3-4 മാർക്കിന് കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് sin 2x നെയും 2 sin 4x കോമൺ ആയിട്ട് എടുക്കും. sin 4x ഉണ്ട്, ബാക്കി ഒരു cos square x എന്ന് കിട്ടും അല്ലെ. 4 sin 4x into cos square x എന്നാണ് എന്ത് കിട്ടുക. ക്വസ്റ്റ്യൻ
ഇതാണ് 4 cos square x ഇൻറ്റു സൈൻ റേസ് ടു 4x എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു. പക്ഷെ പുള്ളിക്കാരന് കിട്ടിയിരിക്കുന്നത് 4 sin x ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. പക്ഷെ നമ്മൾ നോക്കുമ്പം പ്രൂവ് ചെയ്യാൻ ചോദിച്ച സാധനം അല്ലല്ലോ പുള്ളിക്കാരൻ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടാണ് അവണ്ണന്മാർക്ക് തെറ്റുപറ്റിപ്പോയത്. സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവർ ഈ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഗൈസ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇവിടെ നോക്ക്, ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പുഷ്പയ്ക്കെല്ലാം അറിയാം, ചില കാര്യങ്ങൾ അറിയൂല. നോക്കൂ 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 ഗൈസ്, ഇതാണ്ടേ നോക്കൂ ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാത്തില്ല, ഞാൻ എല്ലാം കാണിച്ചു തരാം. വെയിറ്റ് നോക്കൂ. സൈൻ 2x × 2x ഈസ് ഈക്വൽ ടു 4 cos square ഇൻറ്റു സൈൻ 4x എന്ന്. സൈൻ 4x ആണ് പുള്ളിക്കാരൻ. സൈൻ മനസ്സിലാൻ കണക്കെടുക്കുന്ന പോലെ തോന്നിക്കരുത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് സൈൻ റേസ് ടു 4x എന്ന് അവിടെയാണ് പുള്ളിക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ്. ഞാൻ പറയുന്നതല്ല, മനസ്സിലാവുന്നുണ്ടോ? കണ്ട, പുള്ളിക്കാരൻ ഇതാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും പക്ഷെ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്വസ്റ്റിനകത്തുള്ള ആൻസർ, ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻ്റെ ഇതാണ് ഗൈസ് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ തന്നെ പാളി, മൊത്തം പാളി. ഒരു cos square x എന്ന് കിട്ടും അല്ലെ. 4 sin 4x ഇൻറ്റു cos square x എന്നാണ് എന്ത് കിട്ടുക, റിസൾട്ട് കിട്ടുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യമാണ്. നാളെ നിങ്ങൾ കാണാം, 4 മാർക്കിനുണ്ടാവും കേട്ടോ. പുള്ളി പറഞ്ഞതാണ്. പക്ഷെ പുള്ളി ക്വസ്റ്റ്യൻ തെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാധനം ചോദിച്ചിട്ടുണ്ട്, പിടികിട്ടിയോ? ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും ഇതിനകത്ത് കിടപ്പുണ്ട്. +1 ക്വസ്റ്റ്യനകത്ത് പക്ക ഇത് എങ്ങനെ ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. എവിടുന്നാണ് ഇത് ചോർന്ന് കിട്ടുന്നത് നിങ്ങൾക്ക്? ഇത് എന്നും ഒന്നിനെ തുടങ്ങിയ പരിപാടിയല്ല. കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് ചോർന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ മുമ്പത്തോട്ടും ചോർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്കും MS തന്നെയാണ് ബുക്ക് ചെയ്തത്, ഓണപ്പരീക്ഷയ്ക്ക് ചോർന്നെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കും ഓണപ്പരീക്ഷയ്ക്കും ഒക്കെ ഇങ്ങനെ ചോരുന്നുണ്ടെങ്കിൽ മെയിൻ എക്സാമിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഭയങ്കര വിയേഡായിട്ട് തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഈ MS സൊല്യൂഷനൊക്കെ എന്ത് സപ്പോർട്ടാണെന്നറിയോ. ലിറ്ററലി ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നത് പിള്ളേർ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ വിവരം എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. വിവരം മീൻസ് എന്താ പറയാ, പല കാര്യങ്ങളും അവർക്ക് അറിവില്ലായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ച് ഡിഗ്രിയൊക്കെ പാസ്സായി ജോലിയൊന്നും കിട്ടാതെ മൂഞ്ചിത്തെറ്റി നടക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാവുന്നത്, എന്നാ കോണാത്തിൽ എഡ്യൂക്കേഷൻ ആടാ നമ്മുടെയൊക്കെ പഠിച്ചതെന്ന്. അതിപ്പം മനസ്സിലാവൂല. 10ാം ക്ലാസ്സിൽ പിള്ളേർക്ക് ഇപ്പം മനസ്സിലാവൂല. നിങ്ങൾക്ക് പഠിച്ചിറങ്ങുമല്ലോ, അന്നേരം നിനക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ. എന്താണെങ്കിലും ഈ പറയുന്ന MS സൊല്യൂഷൻ അവർക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളതെന്നും പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒളിവിലാണെന്നൊക്കെയാണ് വാർത്തയ്ക്കകത്ത് പറയുന്നത്. എന്തായാലും വീഡിയോ ഇട്ടിട്ടായിരിക്കും പുള്ളി ഒളിവിൽ പോയത്. പുള്ളി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു പോയി ഗൈസ്. കുറച്ചൊരു 5 മിനിറ്റോളം ഉണ്ട് കേട്ടോ. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 6 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് എക്സാം ഒക്കെ തുടങ്ങുന്നതിനും 4-5 ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചില പോർഷൻസ് നിങ്ങൾക്കൊന്ന് കാണാം. ഇപ്പോൾ ഈ വരാൻ പോകുന്ന SSLC ക്രിസ്മസ് എക്സാം എത്ര വ്യൂവേഴ്സ് ഉണ്ടാവുകയില്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട്, ഞാൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. എത്ര വ്യൂസ് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയത്തില്ല. സോ വ്യൂവേഴ്സ് ആണ് ഗൈസ് ഇവിടുത്തെ മാറ്റർ. പിടികിട്ടിയോ? കാര്യം എന്താണെന്നറിയോ, MS സൊല്യൂഷൻസിൻ്റെ ഈ ഒരു ചാനൽ കാരണം നിരവധി പ്ലാറ്റ്ഫോമുകൾക്ക്, ഓഫ്ലൈനിലും ഓൺലൈനിലുമുള്ള നിരവധി പ്ലാറ്റ്ഫോമുകളെയാണ് നല്ല രീതിയിൽ തിരിച്ചടിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ കണക്ക് പ്രകാരം, ഏതാ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ കണക്കുകൾ പ്രകാരം മിനിമം 5000-ഓളം അഡ്മിഷൻസാണ് അവർക്ക് വരുന്ന 2025 നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. MS സൊല്യൂഷൻ്റെ ചാനൽ എത്രയും പെട്ടെന്ന് തകർക്കണമെന്നുള്ള രീതിയിൽ മീറ്റിംഗ് വരെ കണ്ടക്ട് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. MS സൊല്യൂഷൻസിനെ വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ മുക്കോ? ഇല്ല. അല്ലെങ്കിൽ MSനെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പിന്നെ നമ്മുടെ അധ്യാപകരെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ചടങ്ങ്. നെഗറ്റീവായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ആ വിദ്യാഭ്യാസ മാഫിയ പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. എന്നെ വിശ്വസിച്ച എൻ്റെ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, കല്ലെറിയുന്നവർ അപ്പുറത്ത് നിന്ന് കല്ലെറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടത് പുള്ളിക്കാരൻ ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എക്സാം ഒക്കെ നടക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിപ്പോൾ ഓൾറെഡി പ്രൈവറ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ആ ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ്റെ റിലേറ്റീവ്സ് ഒക്കെ വന്ന് പറഞ്ഞെന്ന് പോലും അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോ ഒന്നും ചെയ്യേണ്ട, അത് പ്രൈവറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ വലിയ ടീംസ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നു. സോ അവർ കാരണമാണ് ഇപ്പോൾ MSന് ഈ ഒരു അവസ്ഥ വന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയൊക്കെ ഇവരുടെ തലയിലോട്ട് എടുത്ത് വിടാൻ ശ്രമിക്കുന്നു
പഠിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഈ വലിയ വലിയ ടീംസ് ഉദ്ദേശിച്ചിരിക്കുന്നത് സൈലം പോലത്തുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോംസിനെ ആയിരിക്കും. ഈ സൈലം ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ എറിഞ്ഞ് പിള്ളേരെ പിടിച്ച ഒരു ടീമാണ്. ഈ ബൈജൂസ് ഒക്കെ ഇടിഞ്ഞ് പണ്ടാരടങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ സൈലം പോലെ പ്ലാറ്റ്ഫോം കയറി വരുന്നത്. ഈ സൈലം വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സൈലം വന്ന സമയത്ത് മമ്മൂട്ടി ആയിരുന്നു തോന്നുന്നു അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കൊണ്ടുവന്നത്. മമ്മൂട്ടിയെ പോലെ ഒരു നടനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ എത്ര ലക്ഷം രൂപ ഇറക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പിടികിട്ടും. നമ്മൾ പറയുമ്പോൾ എല്ലാ വശങ്ങളും പറയണം. ഈ ഇങ്ങനെ പറഞ്ഞതിനകത്ത് കാര്യം ഇല്ലാതില്ല, പക്ഷെ കാര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നതിന്റെ ഒരു സാരാംശം ഞാൻ പറയാം. MS സൊല്യൂഷൻ വലിയൊരു അഡ്വർടൈസ്മെന്റ് ഒന്നും വെച്ച് കയറി വന്ന ഒരു ടീമല്ല. ഇപ്പൊ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനലിനകത്തൂടെ ക്ലാസ് എടുത്ത് ഇതുപോലുള്ള എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു വിട്ട് മൗത്ത് പബ്ലിസിറ്റി ത്രൂ കയറി വന്ന ഒരു ചാനലാണ്. അവർക്കും ഏകദേശം 1 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്. ഓക്കെ, അന്നേരം ഇത് ഈ പറയുന്ന വലിയ ടീംസിന് വിലങ്ങുതടിയാണ്. അതില്ലെന്ന് പറയുന്നില്ല. വലിയ ടീംസിനെന്നല്ല, എല്ലാവർക്കും വിലങ്ങുതടിയാണ്. അത് വലിയ വലുപ്പവും ചെറുപ്പവും ഒന്നുമില്ല. അത് സൈലം പോലുള്ള വലിയ പ്ലാറ്റ്ഫോംസിനാണെങ്കിലും ഇപ്പം 100-500 പിള്ളേരെ പഠിപ്പിക്കുന്ന ട്യൂഷൻ സെന്റേഴ്സിനാണെങ്കിൽ പോലും വിലങ്ങുതടിയാണ്. കാര്യം ഇവർ വന്നിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പുറത്തു വിടുന്ന സമയത്ത് പിള്ളേർ എപ്പോഴും ഒരു ഈസി വേ നോക്കത്തുള്ളൂ. ഒരു 100 ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിനകത്ത് 10 എണ്ണം ചോദിക്കുമെന്ന് പറയുന്നതാണോ എളുപ്പം, അല്ലെങ്കിൽ ഒരു 25 എണ്ണം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി, ഇതിനകത്ത് ഒരു 15 എണ്ണം അല്ലെങ്കിൽ 20 എണ്ണം ചോദിക്കും. എന്നിട്ട് നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിൽ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു മെന്റാലിറ്റി വെച്ച് ഞാൻ തിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ഓപ്ഷനെ ചൂസ് ചെയ്യത്തുള്ളൂ. 25 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി, അതാണ് എനിക്ക് എളുപ്പം. എന്തിനാണ് കുത്തിയിരുന്ന് പഠിക്കേണ്ടത്? മാർക്ക് സ്കോർ ചെയ്യാനാണ്, കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനാണ് എല്ലാ കുട്ടികളും ശ്രമിക്കുന്നത്. ഫുൾ A+ മേടിച്ചാണെങ്കിൽ എല്ലാ കുട്ടികളും ശ്രമിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മെന്റാലിറ്റി അതാണ്. അവരെ കുട്ടികളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവിടെയാണ് അവർ സക്സസ്ഫുൾ ആയത് എന്ന് പറയുന്നത്. കാര്യം ഇവർ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാംസിന് കൃത്യമായി അതുപോലെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ ക്വസ്റ്റ്യൻസ് ഇവർക്ക് എവിടുന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ എങ്ങനെ ലീക്ക് ആവുന്നു, ആരിവർക്ക് കൊടുക്കുന്നു എന്ന് ഉള്ളതിന്റെ ഉത്തരം തരേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്. ഇയാൾ പറയുന്നുണ്ട് ഇവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മേ ബി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. കാര്യം അവർ അത്രയും പൈസ ഇറക്കിയിട്ട് നിൽക്കുന്ന ടീംസാണ് ഈ സൈലം പോലുള്ള ടീം. അത്രയും പൈസ ഇറക്കിയിട്ട് അന്നേരം വെറും യൂട്യൂബ് ചാനലിൽ കൂടെ എന്താ പറയുക പഠിക്കുമ്പോൾ അവരുടെ പൈസ എന്തായാലും പോവേ. സോ അതിനെപ്പറ്റി ഇയാൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എന്നെ വിശ്വസിക്കുന്ന അധ്യാപകരും ഞാൻ ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും കേൾക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തേത്, SSLC മെയിൻ എക്സാം 2023-24, അതായത് ഈ വർഷം മാർച്ച് മാസത്തിൽ നടന്ന പരീക്ഷ. ആ പരീക്ഷയിൽ കേരളത്തിൽ ഒരുപാട് SSLC പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടും MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനാണ് പബ്ലിക് എക്സാമിൽ, നോട്ട് ദ പോയിന്റ്, പബ്ലിക് എക്സാമിൽ 55,000 കുട്ടികൾ ഒരേപോലെ കൺകറന്റ് വ്യൂവേഴ്സ് നേടിത്തന്ന ഒരു ലൈവായിരുന്നു, അല്ലെ ഒരു സീരീസ് തന്നെയായിരുന്നു. അതായത് SSLC മെയിൻ എക്സാമിന് കേരളത്തിലെ 55,000 കുട്ടികളാണ് അന്ന് കൺകറൻ്റായിട്ട് എൻ്റെ ചാനലിലേക്ക് ലൈവുകൾ കാണാൻ വേണ്ടി വന്നിരുന്നത്. അത്രയും കുട്ടികൾ ഒരുമിച്ചിരുന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും UAE-യിലും അബുദാബിയിലും ഒക്കെ ഇരുന്നിട്ട് സ്റ്റേറ്റ് സിലബസിൻ്റെ ലൈവ് കാണാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 55,000 എന്ന് പറയുന്നത് കേരളത്തിലെ ഇതുവരെയുള്ള എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകൾക്ക് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് അതൊരു എൻഡിയർ ഹിസ്റ്ററി ആയിരുന്നു. അന്ന് കേരളത്തിലെ പല ഭൂരിഭാഗം വരുന്ന വലിയ വലിയ പ്ലാറ്റ്ഫോമുകളുടെ ആ 55,000 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഇന്നലെ അത് ക്രോസ് ചെയ്ത്, അതുകൊണ്ടാണ് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. മേധാവികളൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. MS കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയുന്ന പല കോച്ചിങ് സെൻ്ററുകളിലെ അധ്യാപകരെന്നെ വിളിച്ചു, എന്നെ അറിയുന്ന പല സ്കൂൾ അധ്യാപകരെന്നെ വിളിച്ചു, ഉയരട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഒരു അഭിനന്ദനങ്ങൾ അർപ്പിച്ചൊരു നിമിഷമായിരുന്നു SSLC മെയിൻ എക്സാം 2024. അത് കഴിഞ്ഞ് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ആകുന്നു. SSLC ഓണം എക്സാം വരുന്നു. ഓണം എക്സാമിന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ SSLC കുട്ടികൾ ലൈവിലേക്ക് വന്നത് MS സൊല്യൂഷൻസിൻ്റെ ലൈവിലേക്കായിരുന്നു. അത് 35,000 എന്ന സംഖ്യയായിരുന്നു. അതിൽ കൂടുതൽ കഴിഞ്ഞ ഓണപ്പരീക്ഷയിലേക്ക് വന്നിട്ടില്ല. സോ 2024 മാർച്ച് പരീക്ഷയിലും ഓണപ്പരീക്ഷയിലും വ്യൂവേഴ്സ് കൗണ്ട് ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നത് MS സൊല്യൂഷൻസിൻ്റെ ലൈവുകളിലും കണ്ടന്റ് വീഡിയോകളിലും ഒക്കെ ആയിരുന്നു.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് ലീക്കാക്കി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പിന്നെ ലൈവിന് വന്ന് ഇരിക്കാതിരിക്കുവോ? ഇവരുടെ തമ്പ്രയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഇങ്ങനത്തെ തമ്പിൽ ഇട്ട പിള്ളേർ കയറി കാണത്തില്ലയോ? ലീക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് പോയി സുഖമായിട്ട് എഴുതി കൂടറേ. ആ ഒരു തമ്പിലിനകത്ത് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ലീക്ക്ഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റിയിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്ക്. ആ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ എന്തിനാണ് ഇട്ടേക്കുന്നതെന്ന് ആസ് എ യൂട്യൂബർ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ചോദ്യം വരുവാണെങ്കിൽ, നിങ്ങൾ ലീക്ക് ചെയ്തോ ഇല്ലയോ എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണിക്കാം, ഓക്കെ ഞങ്ങൾ താണ്ട തമ്പിലിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് ലീക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, ലീക്ക് ചെയ്തില്ല എന്നും പറഞ്ഞിട്ടില്ല. സോ ആ ക്വസ്റ്റ്യൻ മാർക്കിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഗൈസ് അവിടെ. അന്നേരം ഇതുപോലുള്ള തംബ്നെയിൽസ് ആണ് ഇവർ കൊടുക്കുന്നത്. മാത്രമല്ല ഒരുപാടുണ്ട് താണ്ട് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ്. സോ അന്നേരം ഉറപ്പായിട്ടും കുട്ടികൾ ഇവരുടെ യൂട്യൂബ് ചാനൽ തേടി വന്നില്ലെങ്കിലേ ഉള്ള അതിശയം. മാത്രമല്ല തംബ്നെയിൽ പോലല്ല, ലീക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോയ്ക്കകത്തുനിന്ന് ക്ലിയർ ആണ്, സെയിം ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ പിന്നെ പിള്ളേർ വന്ന് കണ്ടില്ലെങ്കിലേ ഉള്ള അതിശയം. നിങ്ങൾക്ക് ഇത്ര വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സാധനത്തിന്റെ ബേസിസിൽ തന്നെയാണ്. ലിറ്ററലി പിള്ളേരുടെ ത്വര, നാളത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് മുൻകൂട്ടി അറിയാനുള്ള പിള്ളേരുടെ ത്വര മുതലെടുത്ത് ഉണ്ടാക്കുന്ന വ്യൂവർഷിപ്പാണ് നിങ്ങൾക്കിപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂവർഷിപ്പ്. നിങ്ങൾ ജെനുവിനായിട്ട് ലീക്ക് ചെയ്യാതെ എന്താ പറയുക കുറെ ക്വസ്റ്റ്യൻസ് വെച്ച് ചറപറാന്നല്ലാതെ വെച്ച് ചെയ്ത് നോക്ക്, ഇത്രയും വ്യൂവർഷിപ്പ് ഇതൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല, സീരിയസ്ലി തോന്നുന്നില്ല. ഇതിങ്ങനെ മൗത്ത് പബ്ലിസിറ്റി കാരണം എടാ MS സൊല്യൂഷൻ്റെ വീഡിയോ കണ്ടാൽ മതി, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പാണ് എന്നുള്ളൊരു മൗത്ത് പബ്ലിസിറ്റി പിള്ളേരുടെ ഇടയിൽ ഇങ്ങനെ കടന്ന് കറങ്ങും. അത് വെച്ചുണ്ടായ വ്യൂവർഷിപ്പാണ്. അതിനെ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്തായാലും ബാക്കി നമുക്ക് കേട്ടു വെക്കാം, പുള്ളിക്കാരൻ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാമല്ലോ. മാർച്ച് പരീക്ഷയിലും ഓണപരീക്ഷയിലും വ്യൂവേഴ്സ് കൗണ്ട് ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നത് MS സൊല്യൂഷൻസിന്റെ ലൈവുകളിലും കണ്ടന്റ് വീഡിയോകളിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചിന്താഗതി ഉണ്ടായേക്കാം. അങ്ങനെ എനിക്കറിയാവുന്ന പല ആൾക്കാർ വഴിയും ഞാൻ അറിഞ്ഞൊരു കാര്യമായിരുന്നു, MS നീ സൂക്ഷിച്ചോ, നിനക്കെതിരെ ഒരു വലിയൊരു ടീം ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. നിന്നെ തകർക്കുക, അല്ലെങ്കിൽ നിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ തകർക്കുക, അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ട്രസ്റ്റ് ഇല്ലാതാക്കുക എന്ന തരത്തിലുള്ളൊരു ടാർഗറ്റ് ആയിരിക്കും വരുന്നത്, നീ സൂക്ഷിച്ചോ എന്ന് എന്നോടൊരാൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. എന്നാൽ അയാളുടെ അതേ പൊസിഷനിലിരിക്കുന്ന മറ്റ് ചില പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു, എന്നോട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു, MS അടുത്തത് നീയാണ് ടാർഗറ്റ്. ഞാൻ അപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു വരട്ടെ എന്ന്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് എക്സാമിൽ MS സൊല്യൂഷൻസിനെ കുട്ടികൾ വിശ്വസിക്കുന്ന ട്രസ്റ്റ് ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആരോ ആവട്ടെ, അത് പബ്ലിക്കായിട്ടുള്ള വൻകിട പ്ലാറ്റ്ഫോമുകളാകട്ടെ അല്ലെ മറ്റു പലരുമാകട്ടെ, എന്നാൽ വലിയൊരു ടീം തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. എന്തിനാണ് MS-നെതിരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം മേ ബി ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടായേക്കാം. സിമ്പിളായിട്ട് പറയാം, ഇത്രയും കൺകറന്റ് കുട്ടികൾ വരുന്ന സമയത്ത് മറ്റ് പ്ലാറ്റ്ഫോമുകൾ വെച്ചിട്ട് ഇത്രയും വ്യൂവേഴ്സ് കൂടുമ്പോൾ അവരുടെ അഡ്മിഷൻസിന്റെ ലെവൽ കുറയും. ഏകദേശം 10,000-ഓളം കുട്ടികളായിരിക്കും അവർക്ക് വരും വർഷത്തേക്ക് നഷ്ടപ്പെടാനുള്ളത് അഡ്മിഷൻസ്. 10,000 കുട്ടികളുടെ അഡ്മിഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ റേറ്റുകൾ വെച്ച്, അവരുടെയൊക്കെ ബാച്ചിന്റെ എമൗണ്ടുകൾ വെച്ചിട്ട് ഏകദേശം 20 മുതൽ 30 കോടി രൂപ വരെ വരാം. അതായത് MS സൊല്യൂഷൻ എന്ന് പറയുന്ന SSLCയുടെ ഒരു യൂട്യൂബ് ചാനൽ കാരണം അവർക്ക് നഷ്ടപ്പെടുന്നത് 30 കോടിക്ക് മുകളിലുള്ള ഒരു സംഖ്യയായിരിക്കും. അതിനാരെങ്കിലും റെഡി ആയി നിൽക്കോ? സ്വാഭാവികമായിട്ടും ആ നഷ്ടം ഇപ്പോഴേ നികത്തണം. എങ്ങനെയാ നികത്തുക? MS ലൈവ് ചെയ്യരുത്, അല്ലെങ്കിൽ MS-ന്റെ ചാനലുകളിൽ വീഡിയോകൾ പോകരുത്, അതുമല്ലെങ്കിൽ കുട്ടികൾക്ക് ട്രസ്റ്റ് വരരുത്. അതിനെന്തൊക്കെ പുള്ളിക്കാരൻ ഇവിടെ മറ്റുള്ള ചാനലുകളെ എന്തുകൊണ്ട് പറയുന്നില്ല? ഈ മെയിൻ ആയിട്ട് എക്സാം റിലേറ്റഡ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ചാനൽസ് ഏതൊക്കെയാണെന്ന് നോക്കി എക്സാമിനർ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അതുപോലെ തന്നെ എജു പോർട്ട് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, പിന്നെ MS സൊല്യൂഷൻ. ഇവരിലൊക്കെ എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന MS സൊല്യൂഷൻ തന്നെയാണ്. ബിക്കോസ് അറിയാമല്ലോ, കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇവർ ഈ പറഞ്ഞ വൻകിട ടീം എനിക്ക് തോന്നുന്നു മേ ബി സൈലത്തെ പറ്റിയാണ് പറഞ്ഞതെന്നാണ് തോന്നുന്നത്. കാര്യം അവരൊരു യൂട്യൂബ് ഓറിയന്റഡ് ആയിട്ടല്ല അവരുടെ ക്ലാസ് കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻകം ജനറേറ്റ് ആകുന്നത്. കുറച്ച് മുമ്പേ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 55,000 ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ലൈവ് വ്യൂവർഷിപ്പ് എന്ന്. അത് ഇതുവരെ ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. ഈ വീഡിയോ ഇട്ട് പിറ്റേ ദിവസം തന്നെ സൈലം അത് തകർത്തു. ഞാൻ കാണിച്ചു തരാം, വീഡിയോ കാണിച്ചു തരാം.
ചരിത്രത്തിൽ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ വ്യൂ കൗണ്ട് വന്ന ലൈവ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരേ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ലൈവ് വ്യൂ ഒരേ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റെക്കോർഡുകളുടെ പേരിൽ മറ്റാരുമായും കമ്പയർ ചെയ്യുന്നില്ല. ആരുമായി കമ്പയർ ചെയ്യുന്നില്ല. അവിടെ പുള്ളി കമ്പയർ ചെയ്യുന്നതിനുള്ള മറുപടിയാണ് പുള്ളി ഇവിടെ കൊടുത്തത് കേട്ടോ. റെക്കോർഡുകളുടെ പേര് ആരുമായി കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണക്കും പറയുന്നുണ്ട് കേട്ടോ. നമ്മളോട് തന്നെയാണ് ഇനി നമ്മളെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റെക്കോർഡാണ് ഇനി നമ്മൾ തകർക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇതൊരു വലിയ വലിയ അംഗീകാരമാണ്. സോ അവരുടെ 55 കാണിച്ചു, 55 തകർക്കുന്നത്, ഇവർക്ക് എന്തോ 65,000 എന്താണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ അടി വന്നിരിക്കുന്ന കമന്റ് മൊത്തം MS അനുകൂലിച്ചുള്ള കമന്റ് ആണ്. MS ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇവരെ തൂക്കിയത് എന്നുള്ള രീതിയിലാണ് കമന്റ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. സോ സ്വാഭാവികം. അന്നേരം ഇതിനകത്തുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ആ ഒരു കോമ്പറ്റീഷൻ മനസ്സിലായല്ലോ. ഇവിടുത്തെ MS-കാരുടെ ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, വൈ ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ മേലെ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ വിരൽ ചൂണ്ടുന്നു, ഞങ്ങൾ മാത്രമല്ല ബാക്കിയുള്ള ടീംസും ഇതുപോലെ സെയിം പരിപാടി നടത്തുന്നുണ്ട്. അന്നേരം ഈ അന്വേഷിക്കാൻ വന്നിരിക്കുന്ന ഏമാമാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു MS പോയെന്നും പറഞ്ഞ് ഇവിടെ ഒരു പുണ്ണാക്ക് മാറാൻ പോകുന്നില്ല. ഇതുപോലുള്ള ബാക്കിയുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, അത് യൂട്യൂബ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഈ ഒരു MS ഇല്ലാതായി കഴിഞ്ഞാൽ അടുത്ത സാധനം അടുത്ത അവന്മാർ ലീക്ക് ആക്കിക്കൊണ്ട് വരും. അത് എവിടുന്നാണ് ലീക്ക് ആവുന്നത്, എങ്ങനെ ലീക്ക് ആവണം എന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അന്നേരം MS-നെ മാത്രം ഈ ഒരു കാര്യത്തിൽ എന്താ പറയുക കുറ്റക്കാരനാക്കുന്നത് കൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. MS മാത്രമല്ല ഈ ഒരു ചെയിനകത്തുള്ളത്. അതുപോലെ തന്നെ 1-2 പ്ലാറ്റ്ഫോംസ് MS-നെ സപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സെയിം കാര്യം തന്നെയാണ് അവന്മാർ അവിടെ ഇത് ചെയ്യുന്നത്. കാര്യം MS-നെ പൊക്കി കഴിഞ്ഞാൽ നാളെ അവനെയും പൊക്കും. അതുകൊണ്ടാണ് ആ സപ്പോർട്ട് അവിടെ. മനസ്സിലായോ? അല്ലെങ്കിൽ ഏതെങ്കിലും അവന്മാർ സെയിം ജോലി ചെയ്യുന്ന 2 അവന്മാർ തമ്മിൽ സപ്പോർട്ട് ചെയ്യൂടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ച് നിൽക്കും, അല്ലാത്തപ്പം ദുഷ്മൻ. അതാണ് പരിപാടി. ഇപ്പൊ ഇവിടെ MS വീണപ്പോഴത്തേക്ക് സൈലം അവിടെ കയറി. അതിന്റെ റീസൺ മനസ്സിലായല്ലോ. അതിന്റെ എന്താ പറയുക ആഘോഷമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത്. അത് പുള്ളി ആ പറഞ്ഞത്, ഈ പറയുന്ന MS-ന്റെ ആ പുള്ളി ഷുഹൈബ് എന്തോ പുള്ളിയുടെ പേര് വേറെ ഓർമ്മയില്ല, അദ്ദേഹം ആ പറഞ്ഞത് കുറെ കാര്യങ്ങൾ തന്നെ. പക്ഷെ പുള്ളിക്കാരനോടെ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയെന്നോ, നിങ്ങൾക്ക് അവർക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെന്നോ ഒന്നിനെയും പറ്റി പറയുന്നില്ല. നമുക്ക് അതാണ് അറിയേണ്ടത്. ഏത് കാവടി മോനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കിയതെന്ന്. ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കാം, അല്ലെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ലീക്ക് ആവാം. അങ്ങനെ പല വഴികളുണ്ട്. ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി ഒന്നും ആരും ഇവിടെ ഒന്നും പറയുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവരും വന്നിട്ട് ഞാൻ മാത്രമല്ല അവനെയും പിടി ഈ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്ന് MS അണ്ണ മെഴുകൽ കൊള്ളാം, പക്ഷെ ഇതിവിടെ ചെലവാകൂല. നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രമാത്രം അധപ്പതിച്ചു പോയത് നിങ്ങൾ ആലോചിക്കാം. ഞാൻ 10ാം ക്ലാസ് പാസ്സാവുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് 4A+ ആണ്. 10ൽ 4A+ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ തൊട്ടടുത്തൊരു സ്കൂളിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. എൻ്റെ അനിയത്തി 4 കൊല്ലത്തിന് ശേഷം അവള് 10ാം ക്ലാസ് പരീക്ഷ എഴുതി, അവൾക്ക് കിട്ടിയത് 9A+ ആണ്. പക്ഷെ ഞാൻ പഠിച്ച സ്കൂളിൽ തൊട്ടടുത്തുള്ള ഞാൻ പഠിച്ച എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി ആ സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ മൊത്തം സ്കൂളിൽ ഒരൊറ്റ ഫുൾ A+ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഒരു സ്കൂളിൽ 100 പേര് 10ാം ക്ലാസിന്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 60, 70, 10A+ കാണും. അന്നേരം നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഇതിനകത്ത് മെറിറ്റ് ആർക്കടാ, ഇതിനകത്ത് ഏതവനാണ് മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതിയേക്കുന്നതെന്ന്. എല്ലാവർക്കും A+ വാരിക്കോരി കൊടുക്കാനാണ്. ഇത് എന്താണിത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വാല്യൂ ഇല്ലാതായിട്ടുണ്ട്. മെറിറ്റ് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യനും കൂടെ ലീക്കായി കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്തൊരു കുളച്ച വിദ്യാഭ്യാസമാണ് ഇവിടുന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും ഒരു മന്ത്രി ഒന്നും പറയാനില്ല, ഇതിനകത്തുള്ള കാര്യം പറയാമല്ലോ. എൻ്റെ പൊന്ന് പിള്ളേരെ, എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം സത്യസന്ധമായി പഠിച്ചിട്ട് പോയിട്ട് മാർക്ക് കിട്ടുന്നുണ്ടായിരിക്കത്തില്ല. ഒന്നും പഠിക്കാതെ ഇതുപോലുള്ള ചാനൽ പോയിട്ട് ആ ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്യുന്ന ഒരുത്തരും മാർക്ക് കിട്ടുന്ന കാണുമ്പോൾ പഠിച്ചിട്ട് പോയാൽ എന്തായാലും നല്ല ഫ്രസ്ട്രേഷൻ തോന്നും. അന്നേരം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അൾട്ടിമേറ്റ് എല്ലാവരുടെയും പഠിക്കുന്ന സമയത്ത് ഈ മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. അവിടെ ലക്ഷ്യം നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മൾ മൂഞ്ചി തെറ്റിയിരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ലക്ഷ്യം നോക്കി നമ്മൾ സത്യസന്ധനാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സത്യമാണ്, ഉള്ള കാര്യം പറയാം.
പക്ഷെ ഇതിനൊരു അവസാനം കൊണ്ടുവരേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ഈ സിസ്റ്റം മാറണം. ഈ സിസ്റ്റം മാറാതെ നമ്മുടെ കുട്ടികളുടെ പഠനത്തിന്റെ ക്വാളിറ്റി മാറില്ല. ഞാൻ കുറെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് എനിക്കറിയാം 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന പിള്ളേർക്ക് മര്യാദയ്ക്ക് പേര് പോലും കൂട്ടിച്ചേർത്ത് എഴുതാൻ അറിയത്തില്ലായിരിക്കത്തില്ല. ഈ പിള്ളേരെയൊക്കെ ജയിപ്പിച്ചു വിട്ടിട്ട് എന്തെടുക്കാനാണ്? അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവന്മാരെ ജയിപ്പിച്ചോട്ട് എന്തെടുക്കാനാണ്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലും നോക്കി എഴുതാൻ, കോപ്പി എഴുതാൻ വേണ്ടി തുണ്ട് കൊടുത്താൽ അതുപോലും നോക്കി എഴുതാനുള്ള ശേഷിയില്ല. ചില പിള്ളേരുണ്ട് എല്ലാവരും വെട്ടിപ്പിറക്കി അവിടെ ഇവിടേക്ക് വെച്ച് ഇറക്കിക്കൊണ്ട് തുണ്ട് എഴുതാൻ പോകും. എന്നിട്ട് അവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ വെട്ടി വെച്ചേക്ക് തുണ്ടിനകത്ത് ഉണ്ടോന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക്. പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് തുണ്ട് എഴുതാനുള്ള ബുദ്ധിയെങ്കിലും കുറെ അവന്മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ലെന്നേ. അത്രയ്ക്കും താഴ്ന്നു നിൽക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പോഴും നല്ല പഠിക്കുന്ന പിള്ളേരും ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ഈ നല്ല പഠിക്കുന്ന പിള്ളേരും അല്ലെങ്കിൽ ഒട്ടും പഠിക്കാത്ത പിള്ളേരും ഒരേ ലെവലിൽ വരുവാണ്. എല്ലാവർക്കും ഫുൾ A+. ഇത് എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ കഴിവുകേട് കാരണമാണ് ട്യൂഷൻ സെന്റേഴ്സ് ഇതുപോലെ വളർന്നു വരുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പൊതുവെ ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ ഒരു വെപ്പുണ്ട്. ഈ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്നല്ല, ആ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് നല്ലൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് നല്ല A+ കിട്ടും, നല്ല മാർക്ക് കിട്ടും എന്നുള്ള രീതിയാണ്. അന്നേരം ആ സ്കൂളിനേക്കാളും മുഖ്യം അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ട്യൂഷൻ സെന്റേഴ്സിന് പോകുന്ന ഒരു ഇതുണ്ട്. അത് ട്യൂഷൻ സെന്റേഴ്സ് എന്തുകൊണ്ടാണ് വളർന്നു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ കഴിവുകേട് കാരണമാണ്. സ്കൂളുകളിൽ നല്ലപോലെ പഠിപ്പിക്കുന്ന സാറന്മാരും ഉണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ആളുകളും ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുമല്ലോ, അന്നേരം പിന്നെ ബ്ലാന്തി പിള്ളേരെ പഠിപ്പിച്ച് വിട്ടാൽ മതി എന്നുള്ള രീതി തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് ഒരു ക്ലാസ്സിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ പിള്ളേരാണ് ഇരുത്തിയാണ് പഠിപ്പിക്കുന്നത്. അന്നേരം എല്ലാ പിള്ളേരും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാൻ പറ്റും? അല്ലെങ്കിൽ എല്ലാ പിള്ളേർക്കും ഈ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലെ മെജോറിറ്റി ഓഫ് ടീച്ചേഴ്സും അവർ പോർഷൻ തീർത്തു, പഠിപ്പിച്ചു കഴിഞ്ഞു, പോയി. അവരുടെ ടൈം 2 സമയത്തിനുള്ളിലാണ് അവരുടെ വർക്ക്. ആ സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് പോയി. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അവർ പഠിപ്പിച്ചില്ല, ട്യൂഷൻ സെന്റേഴ്സ് പഠിപ്പിച്ച് വിട്ടോളും. ഓക്കെ, ആ ട്യൂഷൻ സെന്റേഴ്സ് തമ്മിലാണ് അവിടെ മത്സരം വരുന്നത്. അവിടെ ഗവൺമെന്റ് സ്കൂളുകൾ തമ്മിൽ വലിയ മത്സരമൊന്നുമില്ല. അത് കലോത്സവത്തിന് മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് സ്കൂളുകൾ തമ്മിൽ മത്സരം. അല്ലാത്ത സമയത്ത് ട്യൂഷൻ സെന്റേഴ്സ് തമ്മിലാണ് മത്സരം. നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അവിടെ അമ്മമാര് പഠിപ്പിച്ച് A+ മേടിച്ചിടണം. കാര്യം അവിടെ ട്യൂഷൻ സെന്റേഴ്സിന്റെ നിലനിൽപ്പിനെ അതിനെ ബാധിക്കും. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഓൾറെഡി ഇവിടുത്തെ സാറന്മാർക്കുണ്ട്, ഗവൺമെന്റ് സ്കൂളിലെ സാറന്മാർക്കുണ്ട്. അന്ന് ഇതൊക്കെയാണ് മാറ്റേണ്ടത്. സ്കൂളിൽ മര്യാദയ്ക്ക് പഠിപ്പിക്കാതെ വേറെ ട്യൂഷൻ സെന്ററിൽ പോയിട്ട് കിടിലോട്ട് പഠിപ്പിക്കുന്ന സാറന്മാർ. ശമ്പളം ഇവിടെയും കിമ്പളം അവിടെ എന്ന് പറയുന്ന ഇടപാടാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊക്കെയാണ് ഇവിടെ മാറ്റേണ്ടത്. മൊത്തത്തിൽ ഇത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ, ഈ ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ തരാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും ഒഫൻഡഡ് ആയിട്ട് തോന്നിയെങ്കിൽ ഒരു കോപ്പുമില്ല, ഒഫൻഡ് ആവാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ, ടാറ്റ.